നമസ്കാരം. ആയാറാം ഗയാറാം എന്ന പ്രയോഗം സ്ഥിരം തലക്കെട്ടായിരുന്നു ഒരു കാലത്ത്. അതിൻ്റെ പേറ്റന്റ് ആർക്കാണെന്നറിയാമോ? ഹരിയാനയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 3 തവണ പാർട്ടി മാറിയ ഗയാലാലിൻ്റെ പേരിലാണ്. ആ ആയാറാം ഗയാറാം ചാണക്യതന്ത്രം കേരളത്തിലും വൈറസ് പോലെ വന്നു നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ PV അൻവർ തന്നെ ഉദാഹരണം. CPMലെ സ്വതന്ത്രനായ ശക്തനായ MLA ആയിരുന്നു അൻവർ ഒരു കാലത്ത്. ഇപ്പോഴോ പാർട്ടി വിട്ട് MLA സ്ഥാനവും പോയി ബംഗാളി പാർട്ടിയുടെ കേരളത്തിലെ കോർഡിനേറ്റർ പദവിയിലെത്തി നിൽക്കുന്നു. സംസ്ഥാന പ്രസിഡന്റിന്റെ സെക്രട്ടറി സമിതിയിലുള്ളപ്പോൾ ബംഗാളി പാർട്ടിയുടെ കോർഡിനേറ്റർ പദവി കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുതിയ പോസ്റ്റ്, അത്രമാത്രം. ജനപ്രതിനിധികളുടെ മറുകണ്ഠം ചാടലിലും രാഷ്ട്രീയ ചാണക്യന്മാരുടെ കുതന്ത്രങ്ങളിലും ഓരോ തവണയും തോൽക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യുന്ന പാവം പൊതുജനം തന്നെയാണ്. വിശ്വസിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ തങ്ങളുടെ ആർത്തി കൊണ്ടും മറുകണ്ഠം ചാടൽ കൊണ്ടും തോൽപ്പിക്കുകയല്ലേ ഇത്തരക്കാർ ചെയ്യുന്നത്? MLA മാർ കൂടുതലായി മറുകണ്ഠം ചാടാൻ തുടങ്ങിയത് 1960കളുടെ രണ്ടാം പകുതിയിലാണ്. രാഷ്ട്രീയ ആശയങ്ങളുടെ സ്വാധീനമില്ലാത്ത കൂറുമാറ്റങ്ങൾ തടയുന്നതിന് ശുപാർശകൾ നൽകാൻ 1967 അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി YB ചവാൻ അധ്യക്ഷനായി ഒരു സദാചാര സമിതി രൂപീകരിച്ചു. ഈ സമിതിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണത്തിന് 1973 1978 ഉണ്ടായ ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. 1985 കൂറുമാറ്റ നിരോധന നിയമമായിരുന്നു പിന്നീടുണ്ടായ സുപ്രധാന കാൽവയ്പ്. ഈ നിയമം 2003 ഭേദഗതി ചെയ്ത് ശക്തിപ്പെടുത്തിയെങ്കിലും നിയമത്തിലെ പഴുതുകൾ ദുരുപയോഗപ്പെടുത്തി കുതിരക്കച്ചവടവും കൂറുമാറ്റവും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ കേരള ഹൈക്കോടതിക്ക് വരെ വടിയെടുക്കേണ്ടി വന്നിരിക്കുന്നു. അതും ജനപ്രതിനിധികളുടെ വേലിച്ചാട്ടത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുതൽ പാർലമെന്റ് വരെ വിവിധ തലങ്ങളിലെ പ്രതിനിധികൾ പല കാരണങ്ങൾ കൊണ്ട് കൂറുമാറുന്നത് ജനാധിപത്യ സംവിധാനത്തെ നോക്കുകുത്തിയാക്കുന്നുവെന്ന് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയ മൂല്യബോധത്തിന്റെ പതനം തുടർച്ചയായി വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം രാഷ്ട്രീയ ആഭിമുഖ്യം മാറ്റുന്ന ജനപ്രതിനിധികൾ രാജിവെച്ച് ജനവിധി തേടുന്നതാണ് ജനാധിപത്യ മര്യാദയെന്ന് കേരള ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത് ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. മറിച്ചുള്ള നടപടി ജനങ്ങളുമായുള്ള ഉടമ്പടിയിൽ നിന്നുള്ള ഏകപക്ഷീയ പിന്മാറ്റമാണെന്നും ജനങ്ങളെ അപഹസിക്കുന്നതിന് തുല്യമാണെന്നും കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി പെരുമാറുന്നവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ പുറത്തേക്കുള്ള വഴി കാട്ടുകയാണ് വേണ്ടതെന്ന് ഹൈക്കോടതി പറഞ്ഞതിൽ വോട്ടർമാർക്കുള്ള സന്ദേശം കൂടിയുണ്ട്. ഇത്തരക്കാർക്കുള്ള മറുപടി ജനം ബാലറ്റിലൂടെയാണ് നൽകേണ്ടതെന്നും അല്ലാതെ കായികമായി നേരിടുന്നത് ശരിയല്ലെന്നും കൂടി കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ പ്രതികളായ UDF നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവിൽ കോടതി പറഞ്ഞിരുന്നു. ജനങ്ങളുടെ ഇച്ഛയും അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യവുമാണ് ജനപ്രതിനിധികൾ പ്രതിഫലിപ്പിക്കുന്നത്. ഇത് ലംഘിക്കുന്നവർക്കുള്ള മറുപടി അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരെ പിന്തുണച്ചോ പുറന്തള്ളിയോ ജനങ്ങൾക്ക് പ്രകടിപ്പിക്കാമെന്നും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അതാണെന്നും കോടതി പറഞ്ഞു. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പേരിൽ വോട്ട് നേടി നിയമസഭയിലേക്ക് എത്തിയവർക്ക് മറ്റു കക്ഷികൾ വച്ചുനീട്ടുന്ന പ്രലോഭനങ്ങൾക്ക് വഴങ്ങി സ്ഥാനം രാജിവെക്കാൻ മടിയില്ലാത്തതോർത്ത് ജനാധിപത്യം നാണം കെട്ടു നിൽക്കുന്നു. അധികാരമുള്ള പാർട്ടിക്കൊപ്പം ചേർന്നാൽ തങ്ങളുടെ ഭാവി സുരക്ഷിതമാകുമെന്നും കേസുകളിൽ നിന്നും തടവറയിൽ നിന്നും രക്ഷപ്പെടാമെന്നും രാഷ്ട്രീയ നേതാക്കളും വിശ്വസിക്കുന്നു. നമ്മുടെ ജനാധിപത്യം ഇത്തരം രാഷ്ട്രീയക്കാർ രാജ്യത്തിന് നൽകുന്ന സന്ദേശം നിരാജനകം മാത്രമല്ല, ആപൽക്കരം കൂടിയാകുന്നു. സ്ഥാനാർത്ഥികളുടെ കൂറുമാറ്റം പരിഹാസ്യമാക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടിയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.